പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു തിരക്കുള്ള ബീച്ചിൽ ഒരു മനുഷ്യൻ ഹൈഡ്രജൻ ബലൂണിൽ നിറച്ച് ആവശ്യപ്രകാരം ആളുകൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തിരക്കാണ്, ധാരാളം ആളുകൾ വരുന്നു. അവർ കളറുകൾ പറഞ്ഞ് ബലൂൺ മേടിക്കുന്നു, അതിനകത്ത് ഹൈഡ്രജൻ നിറച്ച് ഈ മനുഷ്യൻ കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ആളുകൾ പോകുന്നു ബീച്ചിനകത്ത് ഈ ബലൂൺ മുകളിലേക്ക് പറപ്പിച്ച് വളരെയധികം ആഹ്ലാദിച്ച് ചിരിച്ച് സന്തോഷിക്കുന്ന ഒരു ബീച്ച്. അപ്പൊ നല്ല തിരക്കാണ്. എന്നാൽ സമയം മുമ്പോട്ട് പോയി. ഈ തിരക്കുകളെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേ സമയമായിട്ട് ദൂരത്ത് നിന്ന് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ബാലൻ ഈ ബലൂൺ നിറച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വന്ന് ഒരു കറുത്ത ബലൂണുമായിട്ട് വന്നു. എന്നിട്ട് ആ കുഞ്ഞ് ഈ മനുഷ്യനോട് പറഞ്ഞു, അങ്കിൾ, ഈ കറുത്ത ബലൂൺ ഇതിൽ അങ്കിൾ ഗ്യാസ് നിറച്ചാൽ ഇത് മുകളിലേക്ക് പൊങ്ങുമോ, ഇത് പറക്കുമോ? അർത്ഥവത്തായിട്ടുള്ള ഈ ചോദ്യം കേട്ടപ്പോൾ ബലൂൺ നിറച്ചു കൊടുക്കുന്ന മനുഷ്യന് അത്ഭുതകരമായ ചിരിയാ വന്നത്. ആ ചിരിയോടെ ആ മനുഷ്യന് കുഞ്ഞിന് മറുപടി കൊടുത്തു. അതിങ്ങനെയാ, മോനെ, ബലൂൺ ഏത് കളറുമായിക്കൊള്ളട്ടെ, ബലൂണിന്റെ കളറിലല്ല ഇത് ഉയരങ്ങളിലേക്ക് പോകുന്നത്, മറിച്ച് ഇതിനകത്ത് ഞാൻ നിറച്ചു കൊടുക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകമാണ് ഈ ബലൂൺ ഉയരത്തിലേക്ക് പൊങ്ങാൻ കാരണം. ഒരിക്കലും മോൻ തെറ്റിദ്ധരിക്കരുത്, ഒരു കളറിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് മുകളിലേക്ക് പൊങ്ങുന്നത്. ഇതിൽ എന്താണോ നിറയപ്പെട്ടത് അതിന്റെ ശക്തിയാണ്, അതിന്റെ ഊർജമാണ് ഈ നിറയപ്പെട്ട ബലൂണിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മോന്റെ കയ്യിലുള്ള ഈ കറുത്ത ബലൂണിലും ഈ ഗ്യാസ് നിറച്ചാൽ അത് ഉയരങ്ങളിലേക്ക് പറക്കും. ഞാൻ മുമ്പേ നിറച്ചു കൊടുത്ത വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂൺ എങ്ങനെ മുകളിലേക്ക് പാറി പറന്നുവോ, അതുപോലെ ഈ കറുത്ത ബലൂണും മുകളിലേക്ക് പാറി പറക്കും. സങ്കടപ്പെടേണ്ട മോനെ, മോന്റെ കയ്യിലുള്ള കറുത്ത ബലൂൺ ഞാൻ നിറച്ചു തരാം. മോനും അവരെ പോലെ ഉല്ലസിച്ച് സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഇവിടെ കിടന്ന് ഓടാൻ കഴിയും. വളരെ അർത്ഥവത്തായിട്ടുള്ള ചോദ്യവും വളരെ അർത്ഥവത്തായിട്ടുള്ള മറുപടി. ഒന്ന് ചിന്തിച്ചു നോക്കി. പലപ്പോഴും ഇന്ന് നമ്മൾ പാർക്കുന്ന ഈ പാർപ്പിടം, അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന അധിവസിക്കുന്ന ഈ ഭൂമി, കളറിന്റെ പേരിലും അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയുടെ പേരിലും, മേ ബി വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, സ്ഥാനമാനങ്ങളായിക്കൊള്ളട്ടെ, ഇതിന്റെ ഒക്കെ പേരിൽ എത്തപ്പെടേണ്ട ഉയർച്ചയിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ പലരും അസ്തമിച്ചു പോകുകയാണ്. പലർക്ക് അവസരങ്ങൾ ഉണ്ടെന്ന് തോന്നിയാലും ഈ പറയപ്പെട്ട പല കാരണങ്ങൾ കൊണ്ട് തഴയപ്പെട്ടു പോകുകയാണ്. വിദ്യാഭ്യാസം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, സമ്പത്ത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, സൗന്ദര്യം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ആരോഗ്യം വേണ്ട എന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരിക്കലും ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഉയരണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഊർജം, അത് ഉയർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന മോട്ടിവേഷണൽ ആയിട്ടുള്ള ഊർജമാണ് എങ്കിൽ ബാഹ്യ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മെ അലയടിക്കുന്ന, നമ്മെ ആഞ്ഞടിക്കുന്ന, നമ്മെ പ്രതികൂലമാക്കി പിന്നോക്കം വലിക്കുന്ന ഒരു ശക്തികൾക്കും ഒരു വിഷയങ്ങൾക്കും നമ്മുടെ മുന്നേറ്റത്തെ തടയാൻ കഴിയത്തില്ല. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇതിന്റെ ഒരു കാരണങ്ങളാണ്. ഒരിക്കലുമില്ല. എന്ത് കാരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്കെതിരെ അലയടിച്ചാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഉയരണം എന്നുള്ള ഒരു ഊർജം ഉണ്ട് എങ്കിൽ ആ ഊർജം നഷ്ടപ്പെടാതെ അതിന്റെ ശക്തിയോടെ അതിനെ ഉയർച്ചയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഒരു വേദിയായിട്ട് ഞാനും നിങ്ങളും മാറിയാൽ നമുക്ക് ഉയർച്ചയിലെത്താൻ കഴിയും. മനുഷ്യന്റെ വാക്കുകൾ ഒരിക്കലും നമ്മെ പിന്നോക്കം വലിക്കാൻ പാടില്ല. മനുഷ്യന്റെ വാക്കുകൾ ഒരിക്കലും നമ്മെ പുറകോട്ട് കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ അതിന്റെ നടുവിൽ ഊർജത്തോടെ ആ കറുത്ത ബലൂണിലും മറ്റു വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണിലും നിറച്ച ഹൈഡ്രജൻ എങ്ങനെ അതിന് മുകളിലേക്ക് പൊക്കിയോ അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ പറക്കുവാൻ സാധിപ്പിച്ചുവോ, അതുപോലെ എന്നിലും നിങ്ങളിലും ഒരു വലിയ ഊർജം ഉണ്ടാകട്ടെ. ആര് ഏത് വിഷയത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയാലും അതൊരിക്കലും നമ്മളെ ബോറടിപ്പിച്ച് നമ്മുടെ മനസ്സ് മടിപ്പിച്ച് വിഷമിപ്പിച്ച് പിന്നോക്കം തിരിഞ്ഞു ചിന്തിക്കാതെ ഉയരങ്ങളിലേക്ക് പോകണം, ഉയരങ്ങളിലേക്ക് എത്തണം, എനിക്ക് ഉയരണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഊർജത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.